വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എറിക്കിൻ്റെ മൈൻക്രാഫ്റ്റ് മൂവി കാണാൻ പോവാണ്. അപ്പോൾ ആ വഴിക്ക് നമ്മൾ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഗ്രോസറി സ്റ്റോഴ്സ് കാണിച്ചു തരാം. ഗ്രോസറി ഐറ്റംസ്, നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് മൈൻക്രാഫ്റ്റ് മൂവി കാണാൻ പോവാണ്. നല്ല സണ്ണി ഡേ ആണ് കാണുമ്പോൾ. അതോർത്ത് ഞാനൊരു ഓഫ് ഷോൾഡർ ടോപ്പും സ്കേർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങിയ, പക്ഷെ നല്ല തണുപ്പാണ് പുറത്ത്. നല്ല വെയിലുണ്ട്, കണ്ടില്ലേ? നമ്മളിപ്പോൾ ഈ പോകുന്ന ടണൽ ആക്ച്വലി വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു ടണലാണ്. സൈഡിലൊക്കെ വെള്ളമാണ്. ഞങ്ങളിവിടെ ഷോപ്പിങ്ങിന് വരുന്ന സ്ഥലമാണ് ബെവവൈക്കിൽ. ബെവവൈക്കിൽ ഒരു ശ്രീലങ്കൻ സ്റ്റോറുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് എല്ലാം അവിടെ കിട്ടുന്നതാണ്. പിന്നെ വേറെ അവരുടെ കട എന്ന് പറഞ്ഞ് ഇവിടെ എന്നാ പറയുന്നത്, ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെയും അവരുടെ സ്റ്റോറുണ്ട്. ബ്ലാക്ക് ബസാർ അല്ല, എന്നാ ബസാറാ അത്? ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെയും ഈ ഗ്രോസറി സ്റ്റോറിൻ്റെ വലിയൊരു കടയുണ്ട്. വെജിറ്റബിൾസും എല്ലാം കിട്ടും, ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടുന്നതാണ് അവിടെ ബസാറിൽ പോയി മേടിച്ചാൽ. ഈ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ബെവവൈക്കിലുള്ള ഒരു ഷോപ്പിംഗ് ഏരിയ ആണിത്. ഇവിടെ കുറേ കടകൾ ഒരുമിച്ചുണ്ട്. പ്രാക്സിസ്, ആക്ഷൻ, ക്വാണ്ടം, ഡേക്കാമാർട്ട്, അങ്ങനെ കുറേ കടകളുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഡേക്കാമാർട്ട്. ഇവിടെ ഇതൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലൂസായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് എടുത്താൽ നമ്മൾ ഈ മെഷീനിൽ വന്ന് വെയ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്തെടുത്ത് നമുക്ക് സ്കാൻ ചെയ്തെടുക്കണം. അതിലിരിക്കല്ലേ ആയിരിക്കും. ചീസിന് വേണ്ടി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നെതർലൻഡ്സ്. അപ്പം ഇവിടെ കുറേ ടൈപ്പ് ചീസും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ വന്നേക്കുന്ന ഡേക്കാമാർട്ട് കുറച്ചുകൂടെ വലിയ ഡേക്കാമാർട്ടാണ്. നമ്മൾ താമസിക്കുന്ന സെൻട്രമിലും ഉണ്ട് ഒരു ഡേക്കാമാർട്ട്, പക്ഷേ ഇത്രയും വലുതല്ല. ഇവിടെ കുറേ സാധനങ്ങൾ പിള്ളേർക്ക് ഉള്ളതും പിന്നെ നമ്മുടെ ഡെയിലി യൂസിനുള്ള ഐറ്റംസും എല്ലാം കിട്ടും. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ക്യാൻഡ് ആയിട്ടുള്ള ബീൻസൊക്കെ കിട്ടും. ഞാൻ ചെയ്യുന്ന നിതിൻ കൈ വീശി നടക്കുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളിവിടെ ബെവവൈക്കിലെത്തി. തിയേറ്ററിൻ്റെ മുമ്പിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയി നമ്മൾ ലഞ്ച് ചെയ്യുകയാണ്. ലഞ്ച് കഴിക്കുന്ന ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം കുറച്ച് നേരത്തേക്ക് ഞാൻ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മൂഡിലല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാനും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സോ ഫൈനലി നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും ക്രൗഡ് ഈ തിയേറ്ററിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം മോസ്റ്റ്ലി ഇവരുടെയൊക്കെ സിനിമാസ് വരുമ്പോൾ ഫുൾ തിയേറ്റർ എംപ്റ്റി ആയിരിക്കും നമ്മൾ കാണാൻ പോകുമ്പോൾ. പക്ഷേ മൈൻക്രാഫ്റ്റ് മൂവിക്ക് കുറേ ക്രൗഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തി കുറച്ച് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പുതിയ ഗ്രോസറീസൊക്കെ നമ്മൾ തിരിച്ച് വെക്കുന്നതിൻ്റെ മുമ്പ് കുറച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ക്ലീനിങ് മോട്ടിവേഷൻ നിങ്ങൾക്കും കിട്ടട്ടെ. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം നമുക്ക്.
ആദ്യമേ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്ത് എടുത്തിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഡിസ്കാർഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു വെറ്റ് ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്തെടുക്കുവാണ്. പിന്നെ ഞാൻ ദ പിങ്ക് സ്റ്റഫിൻ്റെ ഒരു സ്പ്രേ ക്ലീനറുണ്ട്, ഓൾ പർപ്പസ് ക്ലീനറാണ്. അപ്പം അതും കൂടെ സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ തുടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കൗണ്ടറിൽ ഇരിക്കുന്നത് കാണാം, അതാണ് ദ പിങ്ക് സ്റ്റഫ് എന്നുള്ള സ്പ്രേ ബോട്ടിൽ. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഫുട്ബോൾ മാച്ചിൻ്റെ സൗണ്ടാണ്, ഇതിവിടെ എപ്പോഴും കാണും. ഫൈനലി നമ്മൾ ഫ്രിഡ്ജൊക്കെ എംപ്റ്റി ആക്കിയിട്ടുണ്ട്. ഇനി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പഴയ മലയാളം മൂവീൻ്റെ സൗണ്ടാണ്. ഇതിനൊക്കെ എത്ര കോപ്പിറൈറ്റ് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പഴയ മലയാളം മൂവീസൊക്കെ ഇട്ടാണ് കാണുന്നത്. തന്ത വൈബ് അടിച്ച് കാണും എന്നാണ് തോന്നുന്നത്. പിന്നെ എറിക്കിനും ഈ പഴയ മൂവീസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ദിലീപിൻ്റെ കോമഡി മൂവീസൊക്കെ കണ്ട് ഇഷ്ടംപോലെ ഇരുന്ന് ചിരിക്കാറുണ്ട് ഇവിടെ. ഇപ്പോൾ ഇറങ്ങുന്ന മോസ്റ്റ് ഓഫ് ദ മൂവീസിൽ വയലൻസും പിള്ളേർക്ക് കാണാൻ പറ്റാത്ത കണ്ടൻസും ഒക്കെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇടയായിട്ട് പഴയ മൂവീസൊക്കെ എടുത്ത് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മൂവി റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇച്ചിരി നമുക്ക് ഫാസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഇതൊരു 1 hour വീഡിയോ ആയിട്ട് തീരും. ഇനി മേടിച്ച ഗ്രോസറീസും പിന്നെ ഓൾറെഡി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നീറ്റായി അറേഞ്ച് ചെയ്ത് വെക്കാം. ഫ്രഷ്ലി ക്ലീൻഡ് ഫ്രിഡ്ജിൽ ഇതൊക്കെ വെക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഒരു 2-3 ദിവസം കഴിയുമ്പം പിന്നെയും ഫ്രിഡ്ജ് കുറച്ച് ഡേർട്ടി ആയി തുടങ്ങും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് ചെറുതായി ക്ലീനിങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലാസ്റ്റിൽ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല. പിന്നെ ഈ ഫ്രിഡ്ജിൽ സാധനങ്ങൾ ഇട്ട് വെക്കാൻ കുറച്ച് ട്രേസ് ഇങ്ങനെ ഞാൻ മേടിച്ചായിരുന്നു. ഒരെണ്ണത്തിൽ നമ്മൾ ലെമൺ ആഡ് ചെയ്യാണ്, പിന്നെ വേറെ നമ്മൾ വേറെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. വേറെ സൈഡിൽ കാണുന്ന 2-3 ട്രേസ് അത് സ്റ്റാക്കബിൾ ആണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നിൻ്റെ മേലെ ആയിട്ടത് വെച്ച് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഇന്ന് മേടിച്ച ഗ്രോസറീസ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോയില്ല, ദീകാമാർട്ടിൽ മാത്രം മേടിച്ച സാധനങ്ങളൊക്കെയാണിത്. ഇതെല്ലാം കൂടെ ടേബിളിൽ എടുത്ത് വെച്ച് പിന്നെ ഈസി ആയിരിക്കും നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ. കുറച്ച് ബെറീസും ഓട്സും ഷുഗറും ഓറഞ്ചും വേറെ ഫ്രൂട്ട്സും പാലും ഒക്കെയാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഗ്രോസറീസ് ഇതിനകത്തുണ്ട്. ദീകാമാർട്ടിൽ ചിലപ്പം നമുക്ക് ഇങ്ങനത്തെ നല്ല ബിഗ് സ്ട്രോബെറീസ് കിട്ടും. നല്ല യമ്മി സ്ട്രോബെറീസാണ്. ഇങ്ങനെ നമുക്ക് സ്റ്റാക്ക് ചെയ്യാം. ഇതിൻ്റെ സ്റ്റാക്കിംഗ് ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലത്തേക്ക്.
സോ ഇത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെ നീറ്റായിട്ടിരുന്നോളും. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞങ്ങൾ മേടിക്കുന്ന ഓട്സ്. കന്നയിൽ ഓട്സ് ആണ്. കുറച്ച് സ്വീറ്റ്നെസ് കാണും ഇതിനകത്ത്. അങ്ങനെ ആകുമ്പോഴാണ് എറിക്കിനും അത് കഴിക്കാൻ ഇഷ്ടം. അപ്പം ഇത് ഞാൻ മേടിച്ച ഒരു മിനി പ്രിൻ്ററാണ്, മിനി ലേബൽ പ്രിൻ്ററാണ്. നല്ലൊരു യൂസ്ഫുൾ ഡിവൈസാണ്. ആദ്യം ഞാൻ ഇങ്ങനത്തെ ബ്ലാക്ക് സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ട് അതിൽ ചോക്ക് മാർക്കേഴ്സ് കിട്ടും. ചോക്ക് മാർക്കേഴ്സ് കൊണ്ട് എഴുതി വെക്കുമായിരുന്നു. പക്ഷേ അത് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഡ്രൈ ആയി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ചോക്കൊക്കെ. സോ അതുകൊണ്ട് ഇപ്പം ഞാനൊരു ഇങ്ങനത്തെ ഐറ്റം മേടിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിനകത്ത് നമുക്ക് ചെറിയ സാഷേസ് ആയിട്ടാണ് കിട്ടുന്നത്. ഒരാൾക്ക് ഒരു പാക്കറ്റ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് മോർണിംഗ്സിൽ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇത് ഞാനൊരു ബോളിനകത്ത് ഇട്ടിട്ട് പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു 1.5 മിനിറ്റ്സ് മൈക്രോവേവ് ചെയ്തെടുക്കും. പിന്നെ ബെറീസും നട്ട്സും ആഡ് ചെയ്താൽ മതി. കിച്ചൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാബിനറ്റ് ഉണ്ട്. അതിനകത്താണ് നമ്മൾ അനിയൻസും പൊട്ടേറ്റോസും ഒക്കെ വെക്കുന്നത്. അപ്പോൾ അനിയൻസ് വെക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ ആകാറുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ക്യാബിനറ്റിനകത്ത് ഞാൻ ഒരു ഡ്രോർ ലൈനറും ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലെ മാത്രം ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഡ്രോർ അത്രയും ഡേർട്ടി ആകുന്നില്ല ആക്ച്വലി. ഇതാണ് ലൈനർ. ഇത് നമുക്ക് IKEAയിൽ മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഡ്രോറിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇതാണ് അനിയൻസ് വെക്കുന്ന ബാസ്ക്കറ്റ്. ഇതിനകത്ത് നമുക്ക് കാണാം അതിൻ്റെ അനിയൻ്റെ പീൽസൊക്കെ ഇങ്ങനെ ലൂസായിട്ട് അതിനകത്ത് കിടക്കും. ഇതും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്ന് ക്ലീനാക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന ചെറിയ ഉള്ളി. ഇത് നീളത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് വീട്ടിലുള്ളത് ഇങ്ങനത്തെ കുക്ക് ടോപ്പാണ്, ഇൻഡക്ഷൻ ബേസ്ഡ്. അപ്പം ഇതിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പം നോർമലി തൂത്താൽ പോവാത്ത പോലത്തെ ഇങ്ങനത്തെ ഡേർട്ട് സ്റ്റെയിൻസ് കാണും. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഇങ്ങനത്തെ ഒരു ടൂൾ മേടിക്കാൻ കിട്ടും. ഇത് വെച്ച് ഇങ്ങനെ ചരണ്ടി കളഞ്ഞാൽ മതി.
ആദ്യമേ നമുക്ക് അതിൻ്റെ മേത്ത് ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെയാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് അത് ചിരണ്ടി കളയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ. ഇനി ഇതൊരു 10 മിനിറ്റ്സ് ഇങ്ങനെ നമുക്ക് വെക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തൊന്ന് ശരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കുറച്ച് സ്ട്രഗിളാണ്. കുറച്ചൊരു സ്ട്രഗിളാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. എന്നാലും ചെയ്താൽ ഇത് നമുക്ക് ക്ലിയറായി കിട്ടും. ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. കുറച്ച് സ്ക്രാച്ചസൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇപ്പോഴത്തെ ഒന്നുമല്ല. ഇത് ഓൾമോസ്റ്റ് മോർ ദാൻ 10 ഇയേഴ്സായി ഈ കുക്ക് ടോപ്പിന് ഇവിടെ. സോ അതിൻ്റെ കുറച്ച് യൂസേജിൻ്റെ സ്ക്രാച്ചസൊക്കെയാണ്. അല്ലാതെ നമുക്ക് ഈ ടൂള് യൂസ് ചെയ്യാൻ സേഫാണ്. കുക്ക് ടോപ്പിൽ യൂസ് ചെയ്യാനുള്ള ടൂള് തന്നെയാണിത്. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഇനി കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റ് മൂവി കാണാൻ പോയായിരുന്നു. അതിൻ്റെ വിശേഷമൊന്നും പറഞ്ഞില്ല. എങ്ങനെയുണ്ടായിരുന്നു മൈൻക്രാഫ്റ്റ് മൂവി? എനിക്കൊന്നും മനസ്സിലായില്ല, കാരണം ഡച്ചിലാണ് ഉള്ളത്. ഞാൻ ചുമ്മാ ഇവൻ്റെ കൂടെ ഇരിക്കാൻ പോയതാണ്. സോ നല്ലതായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പം എല്ലാ പിള്ളേരും ഏജ് ഗ്രൂപ്പിലുള്ള മൈൻക്രാഫ്റ്റൊക്കെ കളിക്കുന്നതല്ലേ, അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. സോ കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ടിൽ ദെൻ ബൈ ബൈ.